നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഇപ്പം നമ്മളെക്കാളൊക്കെ എത്രയോ ഇരട്ടി 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 ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ത്വരീഖത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇബാദത്ത് ചെയ്യുന്നവർ, അവർക്കൊന്നും ഹൃദയത്തിൽ ഇലാഹിയായ മഹബത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഡ്രൈ ആയ ഹൃദയം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ഈ ദിക്റൊന്നും ചൊല്ലിയത് ഒരു ഷെയ്ഖിൽ നിന്നും മരുന്നായിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു സനദോടു കൂടിയോ സമ്മതത്തോടു കൂടിയല്ല. മറിച്ച് അവരത് ചെയ്തത് അവരുടേതായ തെരഞ്ഞെടുപ്പുകൾ കൊണ്ടായിരുന്നു. അവരുടേതായ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഒരു ഉപരിതലത്തിലുള്ള ഫലങ്ങൾ അവർക്ക് കിട്ടുള്ളൂ. അതിൻ്റെ കൂലി കിട്ടും, പ്രതിഫലം കിട്ടും എന്നല്ലാതെ അതിൻ്റെ ആത്മീയത അവർക്ക് രുചിക്കാൻ ഒരു ഉപരിതലത്തിലുള്ള ആത്മീയത അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ആ ആത്മീയമായ ഹുബ്ബ്, ഇലാഹിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഹൃദയത്തിലേക്ക്, അതിൻ്റെ ഒരു മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മശായിഖന്മാരെ ത്വരീഖത്ത് സ്വീകരിക്കണം, അവരുടെ അടുത്ത് നിന്ന് ബൈഅത്ത് ചെയ്യണം, അവരുടെ അടുത്ത് നിന്ന് ദിക്റുകൾ സ്വീകരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി വരും. അതിനാണ് ഈ ത്വരീഖത്തൊക്കെ സ്വീകരിക്കുന്നത്. അത് കുറേ ദിക്റെല്ലാനല്ല. നമ്മൾ വിചാരിക്കും ദിക്റെല്ലാനും കുറേ സ്വലാത്തെല്ലാനാണ് ത്വരീഖത്ത് സ്വീകരിക്കുന്നത്. സംഭവം ഇതിൽ ദിക്റുണ്ട്, സ്വലാത്തിൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ദിക്റും സ്വലാത്തും നമ്മൾ ചൊല്ലിയാൽ ഇത് നമ്മൾ മശായിഖന്മാരുടെ അടുത്ത് നിന്ന് നമുക്കൊരു മരുന്നായി, നമ്മുടെ ഹൃദയത്തിൻ്റെ മരുന്നായിട്ട്, നമ്മുടെ നഫ്സിനെതിരെ നമ്മൾ പോരാടാൻ, നഫ്സിൻ്റെ മധുരപാനീയങ്ങളെ നശിപ്പിച്ച് കളയാൻ ആവശ്യമാവുന്ന രൂപത്തിലുള്ള ഒരു മധുരം നമ്മൾ ഹൃദയത്തിലേക്ക് ഇട്ട് തരാൻ പ്രാപ്തമാക്കുന്ന ദിക്റുകളാണ്. ആ ഒരു ബോധ്യം നമുക്ക് നമ്മൾ ഔറാദുകൾ കൊണ്ടെടുക്കുന്ന സമയത്ത് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരാൾ ദിക്ർ ചൊല്ലിയാൽ യുനാജിലുൽ ഖൽബ ഹലാവത്തുൽ ഹുബ്ബ് ഇലാഹി, ഇലാഹിയായ ഹുബ്ബിൻ്റെ ഹലാവത്ത്, മധുരം അവൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഇറങ്ങി വരും.